ദിലീപ് കുമാർ കൂടി ചേരുന്നു സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, മറ്റെന്തെങ്കിലും വിവരം പിന്നാമ്പുറത്തൂടെ കോപ്പി അടിച്ചു വല്ലതും കിട്ടിയോ? SKN ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. നാളെയാണ് കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക. കോൺഗ്രസ് ഹൈക്കമാൻഡ് വീണ്ടും ഒരു ദിവസം കൂടി എടുത്തിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ ഇപ്പോഴും ഇവർ മാത്രമല്ല ഇവരുടെ ക്യാമ്പുകളും അവരുടെ അനുയായികളുമൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ രാത്രിയും കഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള അത്തരം പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് അവർ ഇന്നും ഉറങ്ങാൻ കിടക്കുക. ആരായിരിക്കും കേരള മുഖ്യമന്ത്രി എന്ന ആകാംക്ഷ കേരള ജനതയ്ക്ക് മേൽ ബാക്കിയാവുകയാണ്. SKN ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. അതായത് 91-ൽ മന്ത്രിസഭ പ്രതിച്ഛായ സംബന്ധിച്ച് K. കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. പ്രതിച്ഛായ മാറ്റണം എന്ന ചർച്ച വളരെ സജീവമായി പാർട്ടിയിൽ നടക്കുന്ന കാലമാണ്. അങ്ങനെ ഈ പ്രതിച്ഛായ ചർച്ച നീണ്ടുപോയി. ഒരു പ്രതിച്ഛായയും പുനഃസംഘടനയും ഒന്നും സംഭവിക്കുന്നില്ല, പ്രതിച്ഛായ മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് വന്നപ്പോൾ മലയാള മനോരമയിൽ അന്ന് KR ചുമാർ എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ എഴുതി, വായനക്കാർ ചിരിക്കരുത്, പ്രതിച്ഛായ ചർച്ച നീളും എന്നായിരുന്നു ആ വാർത്ത മനോരമയിൽ എഴുതിയത്. അതുപോലെ അത് നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് മാറ്റുകയാണെങ്കിൽ വോട്ടർമാർ ചിരിക്കരുത്, കേരള മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ച ചർച്ച നീളും. ചർച്ച പൂർത്തിയായി എന്ന് ജയറാം രമേശ് പറയുന്നുണ്ട്. പക്ഷേ അവസാനവട്ട ചർച്ചകൾ ഈ 3 പേരെയും ഒരിക്കൽ കൂടി അനുനയിപ്പിക്കുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോർമുല ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകുമോ, ഘടകകക്ഷി നേതാക്കളുമായി വീണ്ടും ആശയവിനിമയം നടത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും നാളത്തേനപ്പുറം ഇത് പോകില്ല, മുഖ്യമന്ത്രിയെ നാളെ തന്നെ പ്രഖ്യാപിക്കും എന്നിപ്പോൾ ജയറാം രമേശ് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 11ാം നാളിലെങ്കിലും വോട്ടെണ്ണൽ കഴിഞ്ഞ് കോൺഗ്രസിന് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത്, തമിഴ്നാട്ടിൽ, അവിടുത്തെ വിജയ് മന്ത്രിസഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഭൂരിപക്ഷം ലഭിച്ച കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഇനിയും 10ാം നാളും കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ രാത്രിയിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ രാത്രി ഇനിയിപ്പോൾ ശേഷിക്കുന്ന മണിക്കൂറുകളിലൊക്കെ ഉള്ള യഥാർത്ഥത്തിലുള്ള വസ്തുത. ഓക്കെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ 10ാം നാളും തീരുമാനമായില്ലെന്ന് പറയുമ്പോൾ പോലും ചർച്ചകൾ പൂർത്തിയാക്കുന്നതും നാളെ തീരുമാനം ഉണ്ടാകുമെന്നും ഒരു ഒഫീഷ്യൽ തീരുമാനം വരുന്നത് അത് ആദ്യമായാണ്. അത്രയും ആശ്വാസം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.